ശരീരത്തിന് ചെറിയൊരു ചൂടുണ്ടായിരുന്നു. ആ ചൂടുള്ളതുകൊണ്ട് ആൾ മരിച്ചിട്ടില്ല എന്നുള്ളൊരു ഇത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എന്നാൽ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു വ്യക്തിനെ ഒരു പോലീസുകാരൻ സമയോചിതമായ ഇടപെടൽ മൂലം രക്ഷിച്ച ഒരു കഥയാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഹീറോ. അപ്പോൾ സാറേ, ABC മലയാളത്തിലോട്ട് സ്വാഗതം. സാറിൻ്റെ പേര്? നസീർ. സാറ് ഏകദേശം 16 വർഷമായല്ലോ സർവീസിൽ? 18 വർഷമായി. ഇന്ന് ഞങ്ങൾക്ക് 19ാമത് വർഷം തികയുന്ന ദിവസമാണ് ഇന്നത്തെ. എന്തായാലും അതിൻ്റെ എല്ലാവരും അഭിനന്ദനങ്ങൾ. കാരണം നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു വാർത്ത നമ്മൾ കണ്ടതുകൊണ്ട് വന്നതാണ്, സാറിനെ പരിചയപ്പെടുന്നു. ആ സംഭവം എന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടും. സാർ, അത് എന്തായിരുന്നു ശരിക്കും സംഭവം എന്നത്? ഈ കഴിഞ്ഞ ഞായറാഴ്ച ദിവസം ഞങ്ങളിവിടെ സ്റ്റേഷനിൽ അന്ന് വേറൊരു ഫംഗ്ഷനായിട്ട് കുറച്ച് ഒരുവിധപ്പെട്ട പോലീസുകാരൊക്കെ ഇതിൻ്റെ ഡ്യൂട്ടിക്ക് പോയേക്കായിരുന്നു. അപ്പോൾ ഞാനും ഞങ്ങളുടെ SI ഇവിടെ ഉണ്ടായിരുന്നു അന്ന്. അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സുഹൃത്തിന് ഇങ്ങനെ ഒരു സൂയിസൈഡ് നോട്ട് എഴുതിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ച്, അത് ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് ഇട്ടിട്ട് അവനെനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് അറിയാവുന്ന ആൾ ഞങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലുള്ളതുകൊണ്ട് ഞാനതപ്പോൾ തന്നെ ടവർ ലൊക്കേഷൻ എടുത്തു. ടവർ ലൊക്കേഷൻ എടുത്തപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. എൻ്റെ തലേ ദിവസം തന്നെ രാത്രി സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് ചെറുതായിട്ട് പേടിച്ചു. ഞാൻ വേഗം ഞങ്ങളുടെ SI തോമസ് സാറുണ്ട്, തോമസ് സാറിനോടും ഇവിടെ ഉണ്ടായിരുന്നൊരു സാബു എന്ന് പറഞ്ഞ SI സാറുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടിയാണ് അപ്പോൾ തന്നെ പറഞ്ഞ് ഞങ്ങൾക്ക് വീട്ടിൽ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോയി. ഞങ്ങൾ ചെന്ന് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ താഴത്തെ ഒരു വീടാണ്. താഴത്തെ മുറിയിൽ ആരുമില്ല. 2 നില വീടാണ്. വാതിലൊക്കെ അടച്ചിട്ടിരിക്കുമായിരുന്നു. വാതിലിൻ്റെ അകത്തുകൂടി നോക്കുമ്പോൾ ഇരുട്ടായിട്ട് ഒന്നും കാണുന്നില്ലായിരുന്നു. അങ്ങനെ നേരെ മുകൾ ഭാഗത്ത് ചെന്ന് നോക്കുമ്പോൾ വാതിലടച്ചിട്ടിരിക്കുന്നു. മുകൾ ഭാഗത്ത് ഞങ്ങൾ ചവിട്ടി തുറന്നു. ഒരു ഇരുട്ടായിരുന്നു അവിടെ. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ ആ സൈഡിൽ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയൽവക്കത്തുള്ള 2 പയ്യന്മാരുണ്ടായിരുന്നു. അവരെ കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ കയറിയത്. ഫസ്റ്റ് നോക്കുമ്പോൾ ടേബിളിൻ്റെ സൈഡിൽ തന്നെ ഒരു സൂയിസൈഡ് നോട്ട് പോലെ ഒരു പേപ്പർ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് നോക്കിയപ്പോൾ ആളിങ്ങനെ മരിക്കാൻ വേണ്ടിയുള്ള സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിരുന്നു. വൈഫിന് എല്ലാ സ്വത്തുക്കളും കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓടി വേഗം അവിടെ ചെന്നിട്ട് ഇയാളെ കണ്ടു. കിടക്കുകയാണ് നിലത്ത്. വേഗം ചെന്ന് തട്ടിയൊക്കെ നോക്കിയിട്ട് എണീക്കുന്നില്ല. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കിയിട്ട് രക്ഷയില്ല. അപ്പോൾ ശരീരത്തിന് ചെറിയൊരു ചൂടുണ്ടായിരുന്നു. ആ ചൂടുള്ളതുകൊണ്ട് ആൾ മരിച്ചിട്ടില്ല എന്നുള്ളൊരു ഇതിൽ പെട്ടെന്ന് എണീപ്പിച്ചു. എടുത്തു കഴിഞ്ഞിട്ട് ബോധമില്ല ശരിക്കും. പക്ഷേ ഒരു എന്താ പറയുക, അബ്നോർമലായിരുന്നു ആൾ. അബോധാവസ്ഥയിലായിരുന്നു. വേഗം ഞങ്ങൾ പുറത്തിറക്കി തട്ടിയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ 20 സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് നോക്കിയാൽ പെട്ടെന്ന് നേരെ ജീപ്പിൽ കൊണ്ടുവന്ന് വെച്ച് അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് പൾസ് തീരാറായിട്ടുണ്ടായിരുന്നു. ഒരു മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞാനെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത് സന്തോഷം എന്ന് പറഞ്ഞു. പിന്നെ അയാളെ വിളിച്ചിട്ട് നമ്മളൊന്ന് കൗൺസിലിങ്ങിന് കൊടുക്കണം. ഞങ്ങളിവിടെ SI സാബു എന്ന് പറഞ്ഞ സാറുണ്ട്, കൗൺസിലിങ്ങിൻ്റെ ആളാണ്. അപ്പോൾ അതിന് കൗൺസിലിംഗ് കൊടുത്ത് ആളെ നമ്മളിതിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരാൾക്ക് പുതിയൊരു ജീവിതം നൽകിയ ഒരു വലിയൊരു സന്തോഷത്തിലാണ് സാറിൻ്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും. കാരണം അത് വലിയൊരു കാര്യമാണ്. നമുക്ക് ഒരു പക്ഷേ സാറിൻ്റെ ആ സമയത്ത് സാറ് തിരക്കൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഒരു പക്ഷേ വേറെ ആൾ ശ്രദ്ധിക്കണമെന്നില്ല. കാരണം ഒത്തിരി ഫേക്കായ ആത്മഹത്യക്കുറിപ്പുകൾ വരുന്ന ഈ സമയത്തൊക്കെ ഒരു പക്ഷേ എന്താണ് ഒറിജിനൽ എന്താണ് ഫേക്ക് എന്ന് മനസ്സിലാകാൻ പറ്റാത്തൊരു കാര്യത്തിൽ എല്ലാവർക്കും പലവിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാ മനുഷ്യരും. അപ്പോൾ അതിന് ഒരു പക്ഷേ ഒരു നിമിഷത്തെ തോന്നലായിരിക്കാം ജീവിതം അവസാനിപ്പിക്കണം എന്നൊക്കെ. സാർ, അപ്പോൾ അങ്ങനെയുള്ളവരോട് ഇപ്പോൾ എന്താ പറയാനുള്ളത്? ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷനിൽ തന്നെ ഓരോ പരാതികളുമായിട്ട് വരുന്നവരെ നമ്മൾ ഇതുപോലെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളത് കേട്ട് അതിനുള്ള പരിഹാരങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടുത്തെ അടുത്തുള്ള പോലീസുമായി ബന്ധപ്പെടുകയായിരിക്കും ഏറ്റവും ഉചിതം. കാരണം പോലീസുകാർക്ക് ആയിരിക്കും എത്രയും പെട്ടെന്ന് അവിടെ എത്തുവാനും അല്ലെങ്കിൽ ഇവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനും എളുപ്പം. മറ്റുള്ള നമ്മൾ ഫ്രണ്ട്സുമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകാരുമായിട്ട് ഇടപെട്ട് തീർക്കുന്നതിന് മുന്നേ തന്നെ പോലീസുമായി ഇടപെട്ട് തീർക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഇപ്പോൾ എൻ്റെ സുഹൃത്താണ് അങ്ങനെ സംഭവത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആ സ്ഥലമൊക്കെ കണ്ടെത്തി വരുന്നതിനേക്കാളും മുമ്പ് ഒരുപക്ഷെ സാറുമാർക്ക് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ സ്വയം നമ്മൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് മുന്നേ ഇതുപോലെ പോലീസുമായി ബന്ധപ്പെടുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിലായിട്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. പല കേസുകളിലും അങ്ങനെ പറ്റിയിട്ടുള്ളതാണ്. എന്തായാലും ഞങ്ങളുടെ ABCയുടെ വക, നമ്മുടെ എല്ലാവരുടെയും വക സാറിന് വലിയൊരു നന്ദി പറയാണ്. കാരണം വലിയൊരു കാര്യം, നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം. അപ്പോൾ എന്തായാലും സാറേ ഒരുപാട് താങ്ക് യു ABCയിൽ പ്രതികരിച്ചതിന്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.